പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ആസ്വാദനത്തിനും ആലാപനത്തിനുമായി കൊണ്ടുവന്നിരിക്കുന്നത് ജയശ്രീ കുണ്ടുകളെ രചിച്ച നറുവെൺ നിലാവാം സ്ത്രീ എന്ന കവിതയാണ്. ഞാൻ സർഗസൃഷ്ടി അഡ്മിൻ റാണി ജേക്കബ്. ഈ പരിപാടിയിലേക്ക് ഏവരെയും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം. സ്ത്രീ എന്നത് വ്യക്തിയേക്കാൾ പ്രകൃതിയുടെ നിലനിൽപ്പിൻ്റെ താളമായി കവിതയിൽ അടയാളപ്പെടുത്തുന്നു. അവളിലെ മഹനീയതയും വൈവിധ്യമാർന്ന ഭാവങ്ങളും മനോഹരമാക്കിയ ഒരു കവിത. തുടക്കത്തിൽ തന്നെ സ്ത്രീയെ നറുവെൺ നിലാവിനോടാണ് ഉപമിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് തന്നെ. സ്ത്രീകളുടെ ആത്മാർത്ഥമായ സ്നേഹം കുടുംബത്തിലും സമൂഹത്തിലും വെളിച്ചം നിറയ്ക്കുന്നുവെന്ന സത്യം വിളിച്ചു പറയുന്നു. വീടിൻ്റെ വിളക്കായി മാറുക എന്നത് ഭൗതികമായ ഒരു പ്രകാശമായിട്ടല്ല, മറിച്ച് ആത്മീയമായ ഉണർവ് കൂടിയാണ് എന്ന് കവയിത്രി എടുത്തു പറയുന്നു. സർഗാത്മകതയുടെ ആധാരമായിട്ടാണ് ഇവിടെ സ്ത്രീയെ വർണ്ണിക്കുന്നത് തന്നെ. ഭാരതീയ ദർശനത്തിൽ ശക്തി എന്നത് പ്രപഞ്ചത്തിൻ്റെ ജാലക ശക്തിയാണ്. ശിവൻ ഇച്ഛാശക്തിയെങ്കിൽ ആ ഇച്ഛാശക്തിയെ പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നത് സ്ത്രീശക്തി തന്നെ. പ്രപഞ്ചത്തിലെ സകല ചലനങ്ങളും ഒരു പൂ വിരിയുന്നത് മുതൽ ഒരു നക്ഷത്രം ഉദയം ചെയ്യുന്നതുവരെയുള്ള ഊർജത്തിൻ്റെ പ്രതിഫലനമാണ് എന്നതിൽ നമുക്ക് സംശയമില്ല. ഉയിരിൻ്റെ താളമായി പുതിയ ഒന്നിനെ സൃഷ്ടിക്കുവാനുള്ള കഴിവ് പ്രകൃതി തന്നെ അവൾക്ക് നൽകിയിരിക്കുന്നു. രണ്ടാമത്തെ ഖണ്ഡികയിലെ പരിപാലനവും സംരക്ഷണവുമാകുന്നവളാണ് സ്ത്രീ എന്ന സൂചന നൽകിക്കൊണ്ടാണ് തുടക്കം വയ്ക്കുന്നത്. ഭൗതിക ശാസ്ത്രത്തിൽ ഊർജം എന്നതൊരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. സ്ത്രീ എന്നതും കുടുംബത്തിലും സമൂഹത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയല്ലേ? സ്നേഹത്തെ കരുതലായും അറിവിനെ സംസ്കാരമായും കഷ്ടപ്പാടുകളെ അതിജീവനമായും പരിവർത്തനം ചെയ്യുന്നവൾ സ്ത്രീ. ഈ സൂചനയ്ക്ക് പാലാഴി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. പാലാഴി എന്നാൽ പോഷണത്തിൻ്റെ പ്രതീകമാണ് എന്ന് നമുക്കറിയാം. ആ നിലയിൽ ലോകത്തെ നിലനിർത്തുന്ന പോഷണവും കരുതലും ജലവും വളവും അവളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണിവിടെ. തൻ്റെ മൂന്നാമത്തെ ഖണ്ഡികയിലെ വൈകാരികമായ ബുദ്ധിയെയാണ് എടുത്തു കാണിക്കുന്നത്. ഒരു യന്ത്രം പ്രവർത്തിക്കുവാൻ ഇന്ധനം എന്നതുപോലെ ഒരു സമൂഹം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ മനുഷ്യത്വം എന്ന ഇന്ധനം വേണമെന്ന സൂചന നൽകിക്കൊണ്ട് ആ ഇന്ധനത്തിലെ ചേരുവയായ സഹാനുഭൂതി, ക്ഷമ, സ്നേഹം എന്നീ മനുഷ്യ ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്നതാണ് എന്ന് എഴുതി വയ്ക്കുന്നു. വൈകാരികമായ ഈ ഊർജമില്ല എങ്കിൽ ലോകം ഒരു ജഡമായി മാറുമെന്ന സൂചന നൽകിയിരിക്കുന്നു പിന്നീട് വരുന്ന വരികളിൽ. അവളില്ല എങ്കിൽ താളമില്ല, താളമില്ലെങ്കിൽ സംഗീതമില്ല, സംഗീതമാണ് ഉണർവ് പകരുന്നത് അഥവാ പോസിറ്റീവ് എനർജി നൽകുന്നത്. ശാന്തമായി ഒഴുകേണ്ട നദിക്ക് തടസ്സം സംഭവിക്കുമ്പോൾ അത് സംഹാരമൂർത്തി ഭാവത്തിൽ എത്തി പ്രതികാര ദുർഗയായി മാറുമെന്ന് വരികളിൽ അടിച്ചമർത്തപ്പെട്ട സ്ത്രീയുടെ രൗദ്രഭാവത്തെയും ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഊർജത്തെ ശരിയായ രീതിയിൽ കൊണ്ടുപോകുവാൻ ആയില്ല എങ്കിൽ അവിടെ താളം പിഴയ്ക്കുന്നു. അത് കുടുംബത്തിൻ്റെ മാത്രമല്ല സമൂഹത്തിൻ്റെയും താളത്തെ നിശ്ചലമാക്കി മാറ്റുന്നുവെന്ന് പറഞ്ഞു വയ്ക്കുന്നു. അവളുടെ സഹനശക്തി വെറും നിശബ്ദതയല്ല, മറിച്ച് പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ഊർജ സ്രോതസ് തന്നെയാണവൾ. ഭൂമിയോളം സഹനം വഹിക്കുന്നവൾ എന്ന വരികളിലൂടെ അവളിലെ തളർച്ചയെയല്ല, മറിച്ച് ഉൾക്കരുത്തെന്ന സൂചന തരുന്നു. കരുണതൻ കടലാണ്. പിന്നീട് വരുന്ന അവസാന വരികളിൽ അവളിലെ നന്മയെ ഹനിക്കരുത്, പ്രതികാര ദുർഗയായി മാറ്റിടല്ലേ എന്ന യാചന കൂടി വെച്ചുകൊണ്ട് പാലാഴിയായി ഒഴുകുമ്പോൾ ശാന്ത സ്വഭാവവും കലങ്ങിയാൽ പ്രളയമായി മാറുന്നതുപോലെ അത് ശാസ്ത്രത്തിലും രാഷ്ട്രീയത്തിലും കലയിലും മറ്റ് നിരവധി തലങ്ങളിലൂടെ ഉയർത്തെഴുന്നേൽക്കുവാനുള്ളവൾ എന്ന സൂചനയോടെയാണ് ആ കവിതയ്ക്ക് സമാപനം കുറിക്കുന്നത്. സർഗസൃഷ്ടി കുടുംബത്തിൻ്റെ നിറഞ്ഞ നന്ദിയും സ്നേഹവും ജയശ്രീ ടീച്ചർക്ക് നൽകുന്നു ഈ അവസരത്തിൽ. ഇനിയും ഇത്തരം നല്ല കവിതകൾ വിരിയട്ടെ. ജയശ്രീ കുണ്ടോളി രചിച്ച
നറുവെണ്ണിലാവാം സ്ത്രീ എന്ന കവിത നമുക്ക് ശ്രവിക്കാം. നറുവെണ്ണിലാവു പോൽ പ്രഭ ചൊരിഞ്ഞിടുന്നു നിസ്വാർത്ഥ സ്നേഹ പ്രതീകമായേ. വീടിൻ വിളക്കായി തെളിഞ്ഞിടുന്നു, ഉണ്മയാലുള്ളം നിറച്ചിടുന്നു. കോമള സൂനങ്ങളായി എന്നും സുഗന്ധം നിറയ്ക്കുന്നു പാരിലാകെ. പ്രണയാക്ഷരങ്ങളാൽ ഹൃത്തടത്തിൻ കല്ലോലിനിയായി ഒഴുകി വരും. നന്മ തിന്മകൾ തൻ ജ്ഞാനമേകി നവമുകുളങ്ങളെ നയിച്ചിടുന്നു. ആദ്യാക്ഷരങ്ങളാം അമൃതു നൽകി തലമുറ തന്നെ സ്പന്ദനമായിടുന്നു. ഉഷസ്സുപോൽ മോഹിനിയാണവളല്ലോ, ഉയിരിൻ്റെ താളവുമായവൾ തന്നെയല്ലേ. സ്വരരാഗലയമായി ഒഴുകിടുന്നു വസുധന്മാരിലെ പാലാഴിയായി. അവളിലെ ശ്വാസനിശ്വാസങ്ങളില്ലെങ്കിൽ അവനതൻ താളം നിലച്ചുപോകും. കരുണതൻ കടലാണവൾ തൻമിഴികൾ, കാലവർഷം നിങ്ങളേകിടല്ലേ. അവളിലെ നന്മയെ ഹനിക്കരുതേ, പ്രതികാരദുർഗയായി മാറിടല്ലേ. പ്രതികാരദുർഗയായി മാറിടല്ലേ. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും നിറഞ്ഞ നന്ദി. നമസ്കാരം. ശുഭദിനം.